ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി 45 സങ്കീർത്തനം 4 വാക്യം. സത്യവും സൗമ്യതയും നീതിയും പാലിക്കേണ്ടതിന് നീ മഹിമയോടെ കൃതാർത്ഥനായി വാഹനമേറി എഴുന്നള്ളുക. നിന്റെ വലങ്കൈ ഭയങ്കര കാര്യങ്ങളെ നിനക്ക് ഉപദേശിച്ച് തരുമാറാകട്ടെ. ദൈവം ഒരിക്കലും അസത്യത്തിൻ്റെ പക്ഷത്ത് നിൽക്കുന്നില്ല. യേശു പറയുന്നത് ഞാൻ വഴിയും സത്യവും ജീവനുമാകുന്നു എന്നാണ്. ഇന്ന് സത്യം വില കുറഞ്ഞ് പോകുന്ന ലോകത്തിൽ സത്യത്തിനു വേണ്ടി നാം നിലകൊള്ളുമ്പോൾ എത്ര എതിർപ്പുകൾ വന്നാലും ദൈവം നമ്മെ വിജയത്തിലേക്ക് നയിക്കും. ലോകം പഠിപ്പിക്കുന്നത് ശക്തി അഹങ്കാരത്തിലൂടെയും അധികാരത്തിലൂടെയും വരുമെന്നാണ്. എന്നാൽ ദൈവം പറയുന്നു സൗമ്യത ശക്തിയാണ്. പ്രിയരെ, കോപം കാണിക്കുവാൻ എളുപ്പമാണ്. എന്നാൽ സൗമ്യത പുലർത്തുന്നത് ആത്മീയ പക്വതയാണ്. സൗമ്യതയുള്ളവരെ ദൈവം ഉയർത്തുന്നു. ദൈവം നീതിമാനാണ്. ലോകത്ത് നീതി വൈകുന്നത് പോലെ നമുക്ക് തോന്നാം. എന്നാൽ ദൈവത്തിൻ്റെ സമയത്ത് നീതി ഉറപ്പായി നടക്കും. അനീതിയെ കണ്ടിട്ട് മൗനം പാലിക്കുന്നവരാകാതെ തെറ്റുകൾക്കെതിരെ പ്രാർത്ഥനയിലും പ്രവൃത്തിയിലും നിലകൊള്ളുന്നവരാകണം. ദൈവത്തിൻ്റെ ജയം ലജ്ജയോടെയല്ല, മഹത്വത്തോടെയാണ്. കുരിശ് തോൽവി പോലെ തോന്നിയെങ്കിലും അതിലൂടെയാണ് മഹത്തായ വിജയം നേടിയത്. നമ്മുടെ ജീവിതത്തിലും കഷ്ടതകൾ തോൽവി പോലെ തോന്നാം. എന്നാൽ ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്ക് അവസാനം വിജയം പ്രാപിക്കുവാൻ കഴിയും. വലങ്കൈ എന്നത് ദൈവത്തിൻ്റെ ശക്തിയെയും പ്രവൃത്തിയെയും സൂചിപ്പിക്കുന്നു. നമ്മൾ അറിയാത്ത വഴികളിലൂടെ, മനസ്സിലാകാത്ത അനുഭവങ്ങളിലൂടെ ദൈവം നമ്മെ പഠിപ്പിക്കുകയും രൂപപ്പെടുത്തുകയും ചെയ്യും. പ്രിയരെ, ഈ ലോകത്ത് ജയിക്കുവാൻ ദൈവത്തിൻ്റെ വഴി നമുക്ക് തിരഞ്ഞെടുക്കുകയും സത്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യാതെ സൗമ്യതയിൽ നടന്ന് നീതിയിൽ നിലനിന്നാൽ ദൈവം നമ്മെ മഹത്വത്തോടെ വിജയത്തിലേക്ക് നയിക്കും. പ്രാർത്ഥിക്കാം. കർത്താവേ, സത്യത്തിൽ നിലകൊള്ളുവാനും സൗമ്യതയിൽ നടക്കുവാനും നീതിക്കായി ജീവിക്കുവാനും എന്നെ ഒരുക്കണമേ. മഹത്വം നീ എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ.